ഹായ് ആൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു നിമ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ ഞാൻ റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ബ്രോസ്റ്റഡ് പൗഡർ യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു ബ്രോസ്റ്റഡ് പൗഡർ ഞാൻ ഇതിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 700 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. സ്കിന്നോട് കൂടിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സ്കിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 4 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിനിമം 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എത്ര സമയം വെക്കുന്നോ അത്ര സമയം നമുക്കിതെല്ലാം ചിക്കൻ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ മിനിമം എന്തായാലും 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബ്രോസ്റ്റഡ് പൗഡർ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 മില്ലി കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, വെളുത്തുള്ളിയുടെ പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ. ഇതെല്ലാം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി ഇതില്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്താലും മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ. ഇത് കയ്യിലുണ്ടെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കൂടുതലായി പോകരുത്, അപ്പോൾ ഒരുമാതിരി ടേസ്റ്റ് ആവും. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രോസ്റ്റഡ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഡബിൾ കോട്ടിങ്ങിലാണ് ബ്രോസ്റ്റഡ് ചിക്കന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 2 കോഴിമുട്ടയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരല്പം ഉപ്പൂടെ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു. ഞാനിത് ഏകദേശം 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ മിനിമം 20 മിനിറ്റെങ്കിലും വെക്കണം, എന്നാലേ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസും റോസ്റ്റഡ് പൗഡറിൽ കോട്ട് ചെയ്തെടുക്കാം. ആദ്യം എല്ലാ പീസും നന്നായിട്ടൊന്ന് ഫസ്റ്റ് കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷമാണ് ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ എല്ലാ പീസും ഫസ്റ്റ് കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡബിൾ കോട്ടിങ് ചെയ്താൽ ഒന്നുകൂടെ നന്നായിട്ട് കിട്ടും. ഇനി നമുക്ക് ഡബിൾ കോട്ടിങ് ചെയ്യാം. അതിനുവേണ്ടി ചിക്കൻ പീസ് നമുക്ക് ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. നമ്മൾ 2 കൈയും യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൈ ഉപയോഗിച്ചിട്ട് ബ്രോസ്റ്റഡ് പൗഡർ കോട്ട് ചെയ്തെടുക്കരുത്. കാരണം മുട്ട ബ്രോസ്റ്റഡ് പൗഡറിലായാൽ എല്ലാം കൂടെ ഒന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് തികയാതെ വരും. അപ്പോൾ മാക്സിമം 2 കൈയും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പീസും ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ പീസും ഡബിൾ കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. 3 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. വലിയ പ്രഷർ കുക്കർ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യം വരും. അപ്പോൾ ചെറുതെടുക്കായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിൽ അല്ലെങ്കിൽ അത്യാവശ്യം ചൂട് കട്ടിയുള്ള കുഴിയുള്ള ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇരുമ്പ് ചട്ടി പോലത്തുള്ള ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അടച്ചു വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ചിക്കൻ പീസ് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് പീസ് ഇട്ട് കൊടുത്ത് കുത്തി നിറക്കരുത്, നമുക്ക് തിരിച്ചിടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ 3 പീസാണ് ഒരു ട്രിപ്പിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. പ്രഷർ കുക്കറിൻ്റെ വെയിറ്റ് ഊരിയിട്ട് വേണം അടച്ച് വെക്കാൻ. മീഡിയം ഫ്ലെയിമിലാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഏകദേശം 5 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്നിട്ട് ചിക്കൻ പീസ് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു ഭാഗം മാത്രം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് പോകും, മറ്റൊരു ഭാഗം നമുക്ക് അത്രയാണ് കറക്റ്റായി കിട്ടില്ല. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതെല്ലാം മറിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആകെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ കറക്റ്റ് 10 മിനിറ്റാണ് ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. ആദ്യം 5 മിനിറ്റ് എടുത്തു, പിന്നെ ചിക്കനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തു, പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ എടുത്തു. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ വലിയ പീസാണല്ലോ ബ്രോസ്റ്റഡ് ചിക്കന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെന്തിട്ടുണ്ടാവും എന്നുള്ളൊരു ഡൗട്ട് വേണ്ട. പ്രഷർ കുക്കറിലാകുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് എന്തായാലും ചിക്കൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഞാനിവിടെ ചിക്കൻ പീസ് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പീസും കൂടെ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ചിക്കൻ പീസും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് എടുത്തിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.